തദ്ദേശ തിരഞ്ഞെടുപ്പ് നാദാപുരം മേഖലയിൽ സമാധാനപരമായിരുന്നു. മിക്ക ബൂത്തുകളിലും ഉച്ചയോടെ തന്നെ 50% മുകളിൽ പോളിംഗ് നടന്നു. പ്രശ്നബാധിത ബൂത്തുകളിൽ നേരത്തെ തന്നെ വെബ് ക്യാമറ പോലെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയതിനാൽ പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പ് പൊതുവെ നാദാപുരം മേഖലയ്ക്ക് നല്ല വർത്തമാനങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഇക്കുറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വരവേൽക്കുന്നത് ഹരിത ബൂത്തുകളാണ്. പ്ലാസ്റ്റിക് രഹിതമായ ബൂത്തുകളാണ് വളരെയധികം മനോഹരമാക്കി ഓലകൾ കൊണ്ടും വാഴയിലകൾ കൊണ്ടും ചേമ്പിലകൾ കൊണ്ടും മനോഹരമാക്കി വോട്ടർമാരെ ആകർഷിക്കുന്നത്. നമുക്കൊപ്പം നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 2 ഹരിതസേന പ്രവർത്തകർ ചേരുന്നുണ്ട്. വളരെ വ്യത്യസ്തമാണ് അല്ലേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത്. അപ്പം എങ്ങനെയുണ്ട് ആ ഒരു പ്രത്യേകതകളൊക്കെ? ഈ നരിപ്പറ്റ പഞ്ചായത്തിലെ ഇപ്പോൾ ബൂത്തിലേക്ക് വെച്ചാൽ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് 3 ബൂത്താണ് ഹരിത ബൂത്തായിട്ട് അലങ്കരിക്കാൻ പറഞ്ഞത്. അതിലൊന്ന് ഞങ്ങളെ 16-ാം വാർഡിലുള്ള ഈ ബൂത്താണ് അലങ്കരിച്ചത്. ഇന്നലെ രാവിലെ ഞങ്ങളിവിടെ ഡ്യൂട്ടിക്കുണ്ട്. പിന്നെ രാത്രി 8-9 മണിക്കാണ് ഇവിടുന്ന് പോയത്. അതുവരെ അലങ്കരിച്ച് ഇവിടെയുള്ള പ്രദേശവാസികളുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം എല്ലാവരും ചേർന്ന് ചെയ്തതാണിത്. പിന്നെ ബ്ലോക്കിലേക്ക് കൊടുത്തിട്ട് നല്ലൊരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേമ്പിലയിലെ എഴുത്തുകളൊക്കെ കണ്ടു ഞങ്ങൾ വന്നപ്പോൾ. അതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തത്? ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ടുണ്ട്. പൂക്കുല, വാഴയില അതെല്ലാം ഈ വാർഡിലുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ വീട്ടിൻ്റെ അപ്പുറത്തുണ്ട് ഇങ്ങനെ തെങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ടോന്ന് വൈകുന്നേരം സന്ധ്യയോടെ അടുപ്പിച്ച് ചെയ്തതാണ് ഇതെല്ലാം. വായും വെച്ച് അതുപോലെ പൂർണ്ണമായും പ്ലാസ്റ്റിക് രഹിതമാക്കാൻ സാധിച്ചോ ബൂത്ത്? ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ 34ഓളം ഹരിതകർമ്മസേനക്കാർ നരിപ്പറ്റ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ വിവിധ കോർണറുകളിലായിട്ട് പ്ലാസ്റ്റിക് അതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ടുണ്ടാക്കിയ കൊട്ടയാണ് ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. പല ബൂത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് ഈ ബൂത്ത് സംരക്ഷിക്കുവാനും പരിചരിക്കുവാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ 2 പേരാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്.